നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം രൂക്ഷമാകുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ അനധികൃത ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ അഭയാർത്ഥികൾ 19,294 പേരാണ്. ലേബർ സർക്കാർ അധികാരത്തിലേറിയതോടെ ബ്രിട്ടനിലേക്ക് അഭയാർത്ഥി പ്രവാഹം വർദ്ധിച്ചുവെന്നാണ് വിലയിരുത്തൽ. അഭയാർത്ഥികളുടെ വരവിന് തടയിടാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. യുകെയിൽ വർഷം തോറും ഉണ്ടാകുന്ന ബലാത്സംഗ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ച കോൺസ്റ്റബിളറി ഇൻസ്പെക്ടർ മിഷേൽ സ്കീർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. കേസുകൾ അന്വേഷിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലെന്നതാണ് പ്രധാന വെല്ലുവിളി. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെടിനിർത്തൽ അനന്തമായി നീളുന്നതിനിടെ ഗാസയിൽ പോളിയോ ബാധ ഭീഷണി. 1/4 നൂറ്റാണ്ടിനു ശേഷം ലോകാരോഗ്യ സംഘടന ഗാസയിൽ പോളിയോ സ്ഥിരീകരിച്ചു. കൈകാലുകൾ തളർന്ന് 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിലാണ്. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് അടിയന്തരമായി പോളിയോ വാക്സിൻ നൽകണമെന്ന് WHO ആവശ്യപ്പെട്ടു. ഗസ മുനമ്പിലും അതിർത്തിക്കപ്പുറവും വൈറസ് പടരാൻ സാധ്യതയുണ്ടെന്നും WHO മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ദുരന്തം നേരിടുന്ന ത്രിപുരയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ധനസഹായം 40 കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് അനുവദിച്ചത്. കേരളത്തിലെ ദുരന്ത ഭൂമിയായ വയനാട് സന്ദർശിച്ച് മടങ്ങിയ പ്രധാനമന്ത്രി വയനാടിനെ തഴഞ്ഞ് ത്രിപുരയ്ക്ക് 40 കോടി പ്രഖ്യാപിച്ചത് വൻ വിവാദമായിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നുണ്ടായ ത്രിപുരയിലെ പ്രളയത്തിൽ 12 പേരോളമാണ് മരിച്ചത്. അരുണാചലിലും അസമിലുമുള്ള ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘങ്ങളെ കേന്ദ്രം സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. അസമിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുളത്തിൽ ചാടി മരിച്ചു. 2 പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സംഭവത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് പ്രക്ഷോഭം ശക്തിപ്പെടുന്നു. പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയെയും റിലയൻസ് ഹോം ഫിനാൻസിന്റെ 3 പ്രധാന ഉദ്യോഗസ്ഥരുൾപ്പെടെ 24 പേരെ വിലക്കി സെബി. വായ്പാ സ്ഥാപനമായ റിലയൻസ് ഹോം ഫിനാൻസിലെ ഫണ്ട് വകമാറ്റി തിരിമറി നടത്തിയതിനാണ് നടപടി. കമ്പനിയിലെ പണം വകമാറ്റി ചെലവിട്ടതിനാണ് 5 വർഷത്തെ വിലക്കും 25 കോടി രൂപ പിഴയും അനിൽ അംബാനിക്ക് ചുമത്തിയത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ വാദപ്രതിവാദങ്ങൾ രൂക്ഷം. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര പ്രതികരിച്ചു. കേരളത്തിൽ വന്നത് സിനിമ ഓഡിഷന് വേണ്ടിയായിരുന്നില്ലെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണെന്നും ശ്രീലേഖ പറഞ്ഞു. കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്ന രഞ്ജിത്തിന്റെ വാദവും നടി തള്ളി. അതേസമയം രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് വേട്ടക്കാരനൊപ്പമാണ് സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. അമ്മയിലെ ഭിന്നത പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നടൻ ജഗദീഷിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി നടി അൻസിബയും രംഗത്തെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് നടൻ പറയുന്നു. വേട്ടക്കാരായാലും പേരുകൾ പുറത്തു വരണമെന്നും അഴിക്കുള്ളിൽ ആകണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗവും നടിയുമായ അൻസിബയും ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ നിപ സംശയിച്ച് 2 പേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രത്യേക വാർഡിൽ നിരീക്ഷണത്തിലാക്കി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാളാണ് ശിഖർ ധവാൻ. കരിയറിൽ ഒപ്പം കളിച്ച ടീം അംഗങ്ങളോട് അദ്ദേഹം നന്ദി പറഞ്ഞു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.